ഹേ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇന്ന് കണ്ണൂർ പോവാം കേട്ടോ. അമ്മയും പിന്നെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഏകദേശം ഒരു 7-8 മണിക്കൂർ യാത്ര ഉണ്ട് കേട്ടോ അങ്ങോട്ട്. അപ്പോൾ നമ്മൾ ട്രാവലറിലാണ് പോകുന്നത്. രാത്രി ഒരു 9 മണി കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി. അവിടെ എത്തിയപ്പോൾ ഏകദേശം 4 മണി 4:30 ആയിട്ടുണ്ട്. നമ്മൾ നേരെ പോയത് കൊട്ടിയൂർ അമ്പലത്തേക്കാട്ടോ. അപ്പോൾ നമ്മൾ അവിടെ എത്തിയതിന് ശേഷം നേരെ വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങിയതിന് ശേഷം നേരെ ഇവിടെ ഒരു പുഴ ഉണ്ടായിരുന്നു. അവിടെ മുങ്ങണം ആദ്യം പോയിട്ട്. അവിടെ 3 വട്ടം മുങ്ങി. എന്നിട്ട് അവിടെ നിന്ന് തന്നെ കല്ലൊക്കെ എടുത്ത് ഇങ്ങനെ ചന്ദനമൊക്കെ തൊട്ടായിരുന്നു. പിന്നെ നല്ല മഴയൊക്കെ ആയ കാരണം ചന്ദനമൊക്കെ വേഗം തന്നെ പോയിട്ടുണ്ടായി കേട്ടോ. എനിക്ക് ഭസ്മമായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ചന്ദനം ഭസ്മം അങ്ങനെയൊക്കെ ഓരോന്ന് കിട്ടാറുണ്ട്. അതിന് ഞങ്ങൾ എല്ലാവരും നല്ല മഴയും കൊണ്ടിട്ടാണ് കുറേ നേരം നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മഴയായിരുന്നു. പിന്നെ ഇത് എന്തോ കാടിൻ്റെ ഉള്ളിലാണല്ലോ, അപ്പോൾ ഭയങ്കരമായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ തൊഴാൻ വേണ്ടിയിട്ട് കുറേ നേരം ക്യൂ നിന്നുണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ പോയത് 1-ാം തീയതി കൂടി ആയിരുന്നു. അതുകൊണ്ട് നല്ല തിരക്ക് കാര്യങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം നല്ല മഴയായിരുന്നു. ഞാനും അമ്മയൊക്കെ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തേക്ക് വരുന്നത് കേട്ടോ. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്, പിന്നെ നല്ല രസവും ഉണ്ടായിരുന്നു. പിന്നെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ അധികം വീഡിയോസോ കാര്യങ്ങളൊന്നും എടുത്തില്ല. ഫോണിൽ പുറത്തെടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. പിന്നെ നമ്മൾ കൊട്ടിയൂരിൽ നിന്ന് നേരെ പറശ്ശിനിക്കടവ് വന്ന് അവിടെ ഒരു റൂമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഫുള്ള് ഫ്രഷ് ആയതിന് ശേഷം നമ്മൾ രാത്രി ഫുഡ് കഴിക്കാൻ പോണതാണ്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഉച്ചയ്ക്ക് അവിടെ നിന്ന് തന്നെയാണ് അന്നദാനം കാര്യങ്ങൾ കഴിച്ചത്. അതിന് ശേഷം പിന്നെ രാത്രി ഫുഡ് കഴിക്കാൻ വന്നു. ഞാൻ വെജ് ഫ്രൈഡ് റൈസും കാര്യങ്ങളാണ് കഴിച്ചത്. പിന്നെ അമ്മയ്ക്ക് എന്തോ പൊറോട്ട ആയിരുന്നു തോന്നുന്നു അവർ കഴിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വേഗം തന്നെ കിടന്നായിരുന്നു. കാരണം നല്ല ക്ഷീണവും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ രാവിലെ തന്നെ എഴുന്നേറ്റതിന് ശേഷം ഞങ്ങൾ പറശ്ശിനിക്കടവിലേക്ക് പോയിട്ടോ. പിന്നെ അവിടെ നിന്ന് ഞാൻ മുല്ലപ്പൂവൊക്കെ വാങ്ങി വെച്ചു. പിന്നെ ഞാൻ അമ്മനെ കൊണ്ട് എടുപ്പിച്ചതാട്ടോ വീഡിയോ. അധികം വീഡിയോസൊന്നും എടുക്കാത്തതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ക്ലിപ്സായിട്ട് മാത്രം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് നമ്മൾ പറശ്ശിനിക്കടവ് വന്നതാട്ടോ. പിന്നെ അവിടെയൊക്കെ നമ്മൾ ഫുള്ള് തൊഴുത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് പ്രസാദമൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നേരെ നമ്മൾ മസാല ദോശയൊക്കെ കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസോ കാര്യങ്ങളോ ഞാൻ എടുത്തില്ല. പിന്നെ നമ്മൾ പർച്ചേസിങ്ങിനൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ക്ലിപ്പ് ഞാൻ കുറേ ആയിട്ട് തപ്പി നടക്കുന്നത്, അപ്പോൾ അതും എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ വാങ്ങി പിന്നെ നമ്മൾ റൂമിൽ വന്നതിന് ശേഷം പിന്നെ ഞാൻ വെറുതെ ഒരു വീഡിയോ ഒക്കെ എടുത്തതാണ്. അവിടെ നിന്ന് നേരെ നമ്മൾ പിന്നെ നാട്ടിലേക്ക് പോകാനുള്ള ഇതായിരുന്നു. പോകുന്ന വഴി പിന്നെ നമ്മൾ ഒരു ബീച്ചിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ബീച്ചിൻ്റെ പേരോ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. നമ്മൾ ഇവിടെയൊക്കെ പോയി കുറച്ച് നേരമൊക്കെ അവിടെ നിന്നതിന് ശേഷമാണ് പിന്നെ നമ്മൾ വണ്ടി കയറി നാട്ടിലേക്ക് പോകാനുള്ള യാത്ര തുടങ്ങി. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ ഫുഡ് കഴിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നിർത്തുന്നുണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ കഴിച്ച ബിരിയാണി ആയിരുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ വൈകിട്ട് ചായ കുടിക്കണ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാൻ ഞാൻ മറന്നുപോയി. പിന്നെ ഫോണിലും ചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളൊരു ചെറിയ യാത്ര. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്